ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല. അതുകൊണ്ട് ഒരു തകർപ്പൻ പ്രസംഗം പ്രതീക്ഷിച്ചിരിക്കുന്നവരെ മടുപ്പിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, കവിതയെക്കുറിച്ച് സാഹിത്യത്തെക്കുറിച്ച് നമുക്ക് വളരെ ചെറിയ ധാരണയെങ്കിലും ഉള്ള ആളുകളാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ആ പതിവ് ധാരണകളെ അതിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള സംസാരമായിരിക്കും ചിലപ്പോൾ ഉണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. പൊതുവിൽ കവി, സാഹിത്യകാരൻ തുടങ്ങിയ ലേബലുകളിൽ വന്ന ആളുകൾ പറയുന്ന കാര്യം ആയിരിക്കില്ല എനിക്ക് പറയാൻ ഉണ്ടാവുക ചില സമയത്ത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇവിടെ സാവിയോ സ്കൂളിലാണ് എൻ്റെ 10th വരെ പഠിച്ചിട്ടുള്ളത്. അപ്പം ഇതിലൂടെയൊക്കെ വീണ്ടും വരുന്ന സമയത്ത് കുറേ ഓർമ്മകൾ ഒക്കെ അയവിറക്കാൻ വേണ്ടി പറ്റി. പിന്നെ വളരെ പ്രിയപ്പെട്ട കുറേ മനുഷ്യർ, ശില്പിയാണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. യദു, രാജലക്ഷ്മി, സോഷ്യൽ മീഡിയയിലൂടെ മാത്രം അറിയുന്ന ആളുകളാണ്. പിന്നെ എൻ്റെ അനിയൻ ഈ കോളേജിലാണ് പഠിക്കുന്നത്, മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ, അവനുണ്ട്. അപ്പം എന്തുകൊണ്ടും വളരെ സന്തോഷം തരുന്ന ഒരു അവസരമാണ്. എന്താണ് കവിത, എന്താണ് സാഹിത്യം എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ എല്ലാ പ്രോഗ്രാമിനും വിളിക്കുക ഈ ലേബിൾ വെച്ചിട്ടാണ്, കവി അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നുള്ള ലേബിൾ വെച്ചിട്ടാണ്. ചില സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ഒരു ലേബലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ ഒരിക്കലും എഴുത്തിൻ്റെയോ വായനയുടെയോ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിന്നല്ല വരുന്നത് എന്നതുകൊണ്ട് തന്നെ എഴുത്ത് എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും വളരെ സംശയമാണ്, വളരെ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നൊരു സ്ഥിതി ഉണ്ടാവാറുണ്ട്. സാഹിത്യത്തിനെ കുറിച്ചുള്ള വളരെ പ്രബലമായിട്ടുള്ള, നമ്മളിപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ആളുകൾ പൊതുവെ കേൾക്കുന്നൊരു ഒരു ഒരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ ഷേക്സ്പിയറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷേക്സ്പിയറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ എഴുത്തുകൾ വളരെ ക്ലാസിക്കുകളായിട്ട് വാഴ്ത്തപ്പെടുമായിരുന്നു. അവരും ഇത്രയും വളരെ ആഘോഷിക്കപ്പെടുന്ന മട്ടിലുള്ള ക്ലാസിക്കുകൾ എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത്. കേരളത്തിൻ്റെ സന്ദർഭത്തിലേക്ക് വരുന്ന സമയത്ത് MT വാസുദേവൻ നായർക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവർ ആ തറവാട്ടിൻ്റെ അടുപ്പിനകത്ത് എരിഞ്ഞു തീരുമായിരുന്നു. അല്ലെങ്കിൽ അവർ നോവലുകൾ, നാലുകെട്ടും കാലവും ഹസരത്തും ഒക്കെ പോലെയുള്ള നോവലുകൾ എഴുതുമായിരുന്നു എന്നൊരു ചോദ്യവും നമുക്ക് ചോദിക്കാവുന്നതാണ്. മലയാള സാഹിത്യം എന്ന് പറഞ്ഞാൽ മേൽജാതി സാഹിത്യം മാത്രമാണ്. നായർ നമ്പൂതിരി സാഹിത്യമാണ് മലയാള സാഹിത്യം. അതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട, ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള മലയാളത്തിലെ പ്രധാനപ്പെട്ട കവികളുടെ പേരെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തവും. അതിൽ സ്ത്രീകളെവിടെ, അതിൽ ദളിതായിട്ടുള്ള മനുഷ്യരെവിടെ, ബഹുജനായിട്ടുള്ള മനുഷ്യരെവിടെ, മുസ്ലിങ്ങളെവിടെ എന്ന് ചോദിച്ചാൽ മതി. അപ്പം ഇത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള, വളരെ ഫാൻസി ആയിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല സാഹിത്യം എന്ന് പറയുന്നത്. നമ്മൾ വളരെ കാൽപ്പനികമായിട്ടും വളരെ രാഷ്ട്രീയവൽക്കരിച്ചൊക്കെയാണ് പൊതുവെ സാഹിത്യത്തിനെക്കുറിച്ചും കവിതയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പൊതുവെ നമ്മൾ മനസ്സിലാക്കാറുള്ളത്. പക്ഷേ ഇത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിഷയമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എഴുത്തിൻ്റെയും വായനയുടെയും യാതൊരു പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്തൊരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. കാരണം പൊതുവേ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം വളരെ റിലീജിയസ് ആയിട്ടുള്ള, റിലീജിയന് ഭയങ്കര പ്രാധാന്യമുള്ള വീടുകളാണ് നമ്മൾ. റിലീജിയൻ മാത്രമല്ല, വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ജാതിയിലേക്ക് പോവുക, മതത്തിലേക്ക് പോവുക, വളരെ എല്ലാമോഫോബിക് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് വീട് എന്ന് പറയുന്നത്. സ്ത്രീവിരുദ്ധം മാത്രമല്ല, എല്ലാ ഫോബിയകളും ഒരുമിച്ച് കൂട്ടി വെച്ചൊരു സ്ഥാപനം. അതിനെ നമ്മൾ ഓമന പേരിട്ട് വിളിക്കും വീടെന്ന്. അപ്പം എൻ്റെ വീട്ടിൽ പൊതുവെ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം ഒരു ക്രിസ്ത്യൻ വീടാണെങ്കിൽ ബൈബിൾ ഉണ്ടാവും, മുസ്ലിം വീടാണെങ്കിൽ ഖുർആൻ ഉണ്ടാവും, ഹിന്ദു വീടാണെങ്കിൽ ഒരു രാമായണം വായിക്കുന്ന വൈകുന്നേരങ്ങൾ, ഒരു മുത്തശ്ശി രാമായണം വായിക്കുന്ന ഒരു സ്റ്റീരിയോടിപ്പിക്കലായ ഒരു ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്സ്റ്റ് പോലും ഇല്ലാത്തൊരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇപ്പം സാഹിത്യത്തിലെത്തുന്നു, സാഹിത്യം പഠിക്കാൻ പറ്റുന്നൊന്നും ഒരു കാലത്തും ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പം പൊതുവെ നമ്മൾ എഴുത്തിനെ കുറിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനെ കുറിച്ച്, അറിവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ, അറിവ് എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അക്ഷരത്തിനൊരു ദേവതയൊക്കെ ഉണ്ട്, സരസ്വതിയല്ല. അപ്പോൾ എനിക്കെന്തായാലും അക്ഷരത്തിൻ്റെ ദേവത സരസ്വതിയല്ല. എൻ്റെ അക്ഷരം, എനിക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള ശേഷി സമരം ചെയ്ത് കിട്ടിയ ശേഷിയാണ്. അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ചും അംബേദ്കറും പെരിയോറും ഒക്കെ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അക്ഷരത്തിനുള്ള അവകാശമൊക്കെ എന്നെപ്പോലുള്ള മനുഷ്യർക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചരിത്രത്തിൻ്റെ പുറത്തുനിന്നാണ് നമ്മൾ സാഹിത്യത്തിലേക്ക് വരുന്നത്. ഇപ്പം
എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സമയത്ത് അത് വലിയ ബാധ്യതയായിരുന്നു സത്യം പറഞ്ഞാൽ. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഞാൻ കേൾക്കാത്ത തെറിവിളിയില്ല. കാരണം സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സമയത്ത് നമുക്ക് സന്തോഷിക്കേണ്ട ഒരു സമയമാണ്. കാരണം സ്റ്റേറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരത്തിൽ എത്രയോ കണക്കിന് പ്രധാനപ്പെട്ട എഴുത്തുകാർ 35 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന അവാർഡാണ്. അപ്പം ഒരുപാട് മലയാളത്തിൽ തന്നെ വളരെ അതിപ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരൊക്കെ ആ പ്രായത്തിൻ്റെ ഇടയിലുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ സാഹിത്യ അക്കാദമിയുടെ യുവകവിത അവാർഡ് കിട്ടുന്ന വ്യക്തി ഞാനായിരിക്കും. കാരണം എനിക്ക് 25 വയസ്സാണ് ഉള്ളത്. അപ്പം ഇതിനൊക്കെ പിന്നിലാക്കിയിട്ടാണ് നമ്മുടെ പുസ്തകത്തിന് അങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത്. പക്ഷേ അതിനുശേഷം നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇപ്പോൾ അവാർഡിനൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുക. കാരണം ഇപ്പം വേറൊരു ജൂറി ആണെങ്കിൽ അവർ കാര്യങ്ങൾ കാണുന്ന വിധം അവരുടെ അഭിരുചികൾ വ്യത്യസ്തമാണെങ്കിൽ വേറൊരാൾക്കായിരുന്നു സ്വാഭാവികമായിട്ട് അവാർഡ് കിട്ടുക. അപ്പം ഈ വ്യക്തികൾ മാറുന്നതിനനുസരിച്ച് അവരുടെ അപ്പോഴത്തെ മനോഭാവം മാറുന്നതിനനുസരിച്ച് ഇതൊക്കെ ചേഞ്ച് ആവുന്നൊരു കാര്യമാണ്. ഇത് എനിക്ക് വേണ്ടി മാറ്റിവെച്ച അവാർഡാണെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടലായിരുന്നു. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ബസ്സിലിരിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ കഴിഞ്ഞ് ഞാൻ KSRTC ഇരിക്കുന്ന സമയത്താണ് കോൾ വരുന്നത്. പ്രിയ എസ് എന്ന് പറയുന്ന എഴുത്തുകാരി അവരെന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്, ആദ്യ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞു. എനിക്കറിയില്ല അവാർഡ് പ്രഖ്യാപനം അന്നാണ് നടക്കുന്നത് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ ഒന്ന് അമ്പരുന്നു, എന്താണ് ഇവർ കൺഗ്രാറ്റുലേഷൻ പറയാൻ മാത്രം സംഭവിച്ചത്, ഞാൻ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ അയച്ചു. പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല. പിന്നെ എൻ്റെ തന്നെ അധ്യാപകനായുള്ള സുനിൽ പി ഇളയിടം, പുള്ളിയാണ് എന്നെ വിളിക്കുന്നത്. 3 മണിക്കാണ് അവാർഡ് പ്രഖ്യാപനം. അപ്പം പ്രഖ്യാപിച്ച് കഴിഞ്ഞ സമയത്ത് പുള്ളി എന്നെ വിളിച്ചു, നിനക്കാണ് ഇത്തവണത്തെ സാഹിത്യ അക്കാദമിയുടെ യുവകവിതാ പുരസ്കാരം പറഞ്ഞു. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞൂടെ. കാരണം ബസ്സിലാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാണ്, അടുത്ത് ഇരിക്കുന്ന ആൾക്കാരോട് കൂക്കി പറയണോ നിലവിളിച്ച് പറയണമെന്നും അറിയില്ല, ആകെ വേർക്കുന്നു. അപ്പം അങ്ങനെ ഒരു മൊമെൻറ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കുന്നത് ഇവനൊക്കെ ഏതാ, ഇവനൊക്കെ ആരാ, ഇവനൊക്കെ എന്ത് എഴുത്തുകാരൻ, ഇങ്ങനെ ഭയങ്കര ഓഡിറ്റിങ്ങും ഭയങ്കര നല്ല അനുഭവമായിരുന്നു അവാർഡ് കിട്ടിയതിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത്. ഭയങ്കര ഇപ്പോഴും മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു നിരൂപകൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ പുള്ളി ഒരു ദിവസം ഒരു 4 പോസ്റ്റ് വെച്ച് എന്നെ കുറിച്ച് മിനിമം ഇടും. അപ്പം ഞാൻ വിചാരിക്കും ദൈവം ഇത്രയും വലിയ ആളുകളുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയല്ല, അതന്നെ വലിയ സംഭവം ഞാൻ വിചാരിക്കും. കാരണം ചില എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കും, ഇയാൾക്ക് നീ വല്ല പൈസ കൊടുക്കുന്നുണ്ടോ, നിന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മോശമാണ് എഴുതുന്നതെങ്കിലും അതിലൂടെ ഒരു പ്രൊമോഷൻ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ഒരു തവണ പുള്ളിയുടെ ഒരു പോസ്റ്റാണ്, സംക്രാന്തി വന്നാൽ കോഴിക്ക് ഇരിക്കപ്പുറതി ഇല്ല എന്നുള്ള പോലെയാണ് ആദ്യയുടെ അവസ്ഥ, നാടൻമുറി പ്രസംഗം ഉദ്ഘാടനം ഹണിറോസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണെന്നാണ് പൊതുവെയുള്ള ഒരു കരക്കമ്പി. അപ്പം അങ്ങനെയുള്ള ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. കാരണം ഇത്രയും കാലം മലയാള സാഹിത്യത്തിൻ്റെ മുഖ്യധാര എന്ന് പറയുന്നത് വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്പേസായി, ആണുങ്ങളുടെ സ്പേസായി നിന്ന സമയത്ത് ഇവർക്ക് ഈ അസ്വാസ്ഥ്യവും അങ്കലാപ്പും വിറച്ചിലും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള തെമ്മാടികൾ ഒക്കെ ഇങ്ങനത്തെ സ്പേസിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടി. ഇവരുടെ കസാരകളെ നമ്മളങ്ങ് വല്ലാതെ പിടിച്ചുവച്ചിരിക്കുന്നു. ഇവരുടെ നമ്മുടെ സ്പേസുകൾ നമ്മൾ റീക്ലെയിം ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ആവലാതിയാണ്. അപ്പം എൻ്റെ ഒരു സുഹൃത്ത്, അവർ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പം അവളുടെ കവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണോ എനിക്ക് തോന്നുന്നു MG യൂണിവേഴ്സിറ്റി സിലബസിൽ വന്നു. അപ്പം എൻ്റെ കവിതയും MG യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും സിലബസിലുണ്ട്. അപ്പം അതിൽ വന്ന അന്ന് സിലബസിൽ ഉൾപ്പെട്ട സമയത്തും ഒരുപാട് തെറിവിളിയും ചീത്തവിളിയൊക്കെ കേൾക്കേണ്ടി വന്നു. അപ്പം ആ സമയത്ത് ഈ കുട്ടിക്കും അവൾക്കും സമാനമായിട്ടുള്ള അനുഭവം ഉണ്ട്. കാരണം കുറേ പുതിയ ആളുകളുടെ വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേ പുതിയ എഴുത്തുകാരുടെ എഴുത്തുകളൊക്കെ സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഇപ്പം നടന്ന സിലബസ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉയരുന്നുണ്ട്. അപ്പം അവൾ ഭയങ്കരമായിട്ട് വളരെ വിഷമത്തിൽ എനിക്ക് മെസ്സേജ് പറഞ്ഞു, എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കിതൊന്നും വേണ്ടായിരുന്നു, കവിത എഴുതേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മൾ അവാർഡ് കിട്ടുന്നോ സിലബസിൽ പേര് വരുന്നോ എന്ന് വിചാരിച്ചിട്ടല്ല ഒരിക്കലും കവിതകൾ എഴുതുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ്, വളരെ സ്വകാര്യമായിട്ടുള്ള അനുഭവമാണ്. സ്വന്തം മുറിവുകളെ ഉണക്കാനുള്ളൊരു മാർഗം എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുത്തിനെ കണ്ടിട്ടുള്ളത്. ഒരു പടി കൂടി മുകളിലോട്ട് പോയാൽ കവിത എഴുതുന്നത് കാശിന് വേണ്ടിയാണെന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല. അതിലേക്ക് എടുത്തത് വരാം. അപ്പം ഈ രീതിയിൽ അന്ന് അവൾ എനിക്ക് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം അയ്യങ്കാളി
പഞ്ചമി എന്ന് പറയുന്ന ഒരു കുട്ടീനെയും കൊണ്ടിട്ട് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി, നിങ്ങൾക്ക് അറിയാം പ്രധാനപ്പെട്ട ഒരു സമരമാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ. അപ്പം ഉരുട്ടമ്പിൾ സ്കൂളിലേക്ക് അയ്യങ്കാളി ആ കുട്ടീനെയും പിടിച്ച് പോകുന്ന സമയത്ത് കുറേ നായർ പ്രമാണിമാർക്കൊക്കെ നെഞ്ചുവേദന വന്ന് വീണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതേപോലെ നമ്മളെപ്പോലുള്ള കുറച്ച് തെണ്ടികളും തെമ്മാടികളൊക്കെ ഇങ്ങനത്തെ സ്പേസിലേക്ക് വരുമ്പോൾ ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ തലവേദനയെങ്കിലും വന്ന്, അല്ലെങ്കിൽ ചെറിയൊരു ഹാർട്ട് അറ്റാക്കെങ്കിലും വന്നിട്ട് വീഴുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു. അപ്പം ഈ രീതിയിലാണ് ചുറ്റും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ആളുകളെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ അസ്വസ്ഥപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു കിൽ ജോയ് എന്ന് പറയും. കിൽ ജോയ് എന്ന് പറയുന്നത് രസം കൊല്ലി. സാർ അഹമ്മദിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഫെമിനിസ്റ്റ് കിൽ ജോയ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പൊളിറ്റിക്സ് സംസാരിക്കുന്ന സമയത്ത്, കാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇവർ ചില സ്പേസിൽ നിന്ന് നമുക്ക് ഭയങ്കര മോശം എക്സ്പീരിയൻസ് ഉണ്ടാവും. നീ എന്തിനാ കാസ്റ്റ് പറയുന്നത്, ഇതൊക്കെ ഉണ്ട് ഇപ്പോഴും, ഇതൊക്കെ കഴിഞ്ഞ കാലമല്ലേ. പൊളിറ്റിക്സ് പറയുന്ന സമയത്ത് എന്തിനാ ഇത് സംസാരിക്കുന്നത്, ഫണ്ണായിട്ട് എടുത്തൂടെ, തമാശയായിട്ട് എടുത്തൂടെ, എല്ലാത്തിനും എന്തിനാ ഇങ്ങനെ ഇഴകീർ പരിശോധിക്കുന്നത്, അതൊരു സിനിമയല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പറച്ചിലുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിരന്തരം പൊളിറ്റിക്സ് സംസാരിക്കുന്ന ആൾക്കാർ കിൽ ജോയ് ആയി മാറും. അപ്പോൾ അതേപോലെ കുറേ കാലങ്ങളായിട്ട് ഒരു കിൽ ജോയ്, ഒരു സൂപ്പർ കിൽ ജോയ് ആയിട്ടാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്, വിഷമമൊന്നുമില്ല. അപ്പം അങ്ങനെ സിലബസിൽ വന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അക്കാദമി അവാർഡ് നേടിയതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അഭിമാനം തോന്നുന്നു എന്നതിനേക്കാളേറെ അപമാനമായിട്ടാണ് ആ അവാർഡും അംഗീകാരവും എനിക്ക് മാറിയിട്ടുള്ളത്. അപ്പം പൊതുവിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, കവി, എഴുത്തുകാരെന്ന് പറയുന്ന ലേബലൊക്കെ എനിക്ക് ഭയങ്കര പരിമിതി, അല്ലെങ്കിൽ എന്നെ ഭയങ്കര ലിമിറ്റ് ചെയ്യുന്ന ഒന്നായിട്ട് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം പരമ്പരാഗതമായിട്ട് കവിനെക്കുറിച്ചുള്ള നമ്മുടെ കുറേ ധാരണകളുണ്ട്. വളരെ കാൽപ്പനികനായിരിക്കണം, വളരെ സ്റ്റീരിയോട്ടിപ്പിക്കലായിട്ടുള്ള കുറേ ധാരണകളുണ്ട്. ഭൂമിയിൽ അവർക്ക് വേരുകളേ ഇല്ല, അവരിങ്ങനെ സ്വപ്നാടകം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ഭയങ്കര അരാജകമായിട്ടുള്ള ജീവിതം. ഇപ്പം ഇതിന് നേരെ എതിരെയാണ് ഞാൻ എന്നെ എപ്പോഴും പ്ലേസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പൊളിറ്റിക്കലായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കവിനെ സംബന്ധിച്ച പരമ്പരാഗതമായുള്ള ധാരണകളോട് മിക്കപ്പോഴും എൻ്റെ വ്യക്തിത്വം ഇടയുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, കവിത അല്ലെങ്കിൽ സർഗാത്മക രചനയിലൊക്കെ ഏർപ്പെടുക എന്ന് പറയുന്നത് പ്രതിഭയായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തത്. നിങ്ങൾ പ്രതിഭയുള്ള ഒരാളാണെങ്കിലാണ് നിങ്ങൾ എഴുതുന്നത്, നിങ്ങൾക്ക് വരയ്ക്കുന്നതോ നിങ്ങൾ പാട്ട് പാടുന്നതോ ഒക്കെ ഒരു പ്രതിഭയുടെ ഭാഗമായിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് പ്രതിഭയില്ല എന്നാണ്. എനിക്ക് പ്രതിഭയില്ല. കാരണം പ്രതിഭയൊക്കെ കിട്ടുന്നൊരു പരിസരമുണ്ട്. പ്രതിഭയൊക്കെ വളരെ കണ്ടീഷൻഡായിട്ട് കിട്ടുന്നൊരു പരിസരമുണ്ട്. ചില പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ പ്രതിഭയൊക്കെ ഉണ്ടാകും. നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് അങ്ങനെ പ്രതിഭയൊന്നും കിട്ടാൻ പോകുന്ന ഒരു പരിസരത്തു നിന്നല്ല ഞങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മുന്നേ നിശ്ചയിക്കപ്പെട്ട ദൈവഹിതമായ ഒന്നിൻ്റെ പുറത്താണ് എൻ്റെ എഴുത്ത് ജീവിതം നിൽക്കുന്നത് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. നിരന്തരം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഈ തെറിവിളികളും അപമാനങ്ങളും ഒക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ എഴുത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കവിതയെ സംബന്ധിച്ച, സർഗാത്മക രചനയെ സംബന്ധിച്ച വളരെ യാഥാസ്ഥിതികവും പ്രബലവുമായിട്ടുള്ള പ്രതിഭാസങ്കല്പം, അതിനോട് എനിക്ക് വലിയ ഇടർച്ചയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, കവിത എഴുതുന്നത് കാശിന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിന് വിശദീകരിക്കുകയാണെങ്കിൽ, അതും ഈ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ധാരണയുടെ തുടർച്ചയിൽ വരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കമൻ്റ് ആയിരുന്നത്, കവിത എഴുതുന്നത് കാശിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഹോസ്റ്റലിൽ PG ക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ വിശക്കുന്ന സമയത്താണ് കവിത എഴുതുക. വിശക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആനുകാലികത്തിലേക്ക് കവിത അയച്ചു കൊടുക്കും. അത് പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു 700 രൂപ നമുക്ക് അയച്ചു കിട്ടും അന്നത്തെ കാലത്ത്, ഒരു 3 വർഷം മുന്നേ. അപ്പം ആ ഒരു ഉദ്ദേശത്തിന് പുറത്താണ് സത്യം പറഞ്ഞാൽ ആനുകാലികങ്ങൾക്ക് കവിത എഴുതുന്നതും പ്രോഗ്രാമുകളിൽ പ്രസംഗിക്കാനൊക്കെ പോകുന്നത്. എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയറുള്ള, വളരെ പേടിയുള്ള, സോഷ്യൽ ആൻസൈറ്റി ഒക്കെ ഉള്ള മനുഷ്യനാണ്. പക്ഷേ നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക, നിരന്തരം സംസാരിക്കാനും വേദികൾ കയറാനൊക്കെ ഉള്ളൊരു ഗതികേട് വരുന്നതെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഞാൻ കവിത എഴുതുന്നത് കാശിന് വേണ്ടിയാണ് എന്ന് പറയുന്നതിലൂടെ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള, ഭയങ്കര ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ള, വളരെ കവിതയെ സംബന്ധിച്ചും സാഹിത്യത്തിനെ സംബന്ധിച്ചും ഒക്കെയുള്ള വളരെ ഒരു ഉപകരണാത്മകമായുള്ളൊരു സമീപനത്തിനൊന്നുമല്ല ഞാൻ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. മറിച്ച് പൊതുവേ നമ്മൾ സാഹിത്യം, ഇപ്പം മലയാളത്തിലെ പ്രധാനപ്പെട്ട ഏത് കവിയോട് ചോദിച്ചാലും, ഏത് എഴുത്തുകാരനോട് ചോദിച്ചാലും, നമ്മൾ എഴുത്തിനെക്കുറിച്ച്, എഴുത്തിൻ്റെ പണി എങ്ങനെയാണ് അവരെടുക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയാം, വളരെ ധ്യാന നിരതനായിട്ട് ഇങ്ങനെ ഒരു സന്യാസത്തിൻ്റെ ഒരു മാതൃകയിലാണ് അവർ എഴുതുക.
അപ്പോൾ എനിക്കെങ്ങനെ ഞാൻ സന്യസിച്ചിട്ടോ ധ്യാനം ചെയ്തിട്ടൊന്നുമല്ല ഞാൻ എഴുതുന്നത് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എഴുത്തിനെ വളരെ മെറ്റീരിയൽ ആയിട്ടുള്ളൊരു പ്രാക്ടീസായിട്ട്, വളരെ ഭൗതികമായിട്ടുള്ള എൻ്റെ സർവൈവലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എഴുതുന്നത് കാശിന് വേണ്ടിയാണെന്ന് പറയുന്നത്. അല്ലാതെ എഴുത്തെന്ന് പറയുന്നത് വളരെ അമൂർത്തമായിട്ടുള്ള ഭയങ്കര മെറ്റാഫിസിക്കലായിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് അതിനെ സ്ഥാനപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഞാനത് പറഞ്ഞതും വലിയ അടിപിടിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. കവിത എന്താ വേശ്യയാണ് എഴുതുന്നതിന് പണം ചോദിക്കാനൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ഇവരൊക്കെ പുസ്തകത്തിനൊക്കെ റോയൽറ്റിയൊക്കെ വാങ്ങുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള ആളുകൾ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ ഒരു കവിതയ്ക്ക് ചിലപ്പം 5000 10,000 ഒക്കെ വാങ്ങിക്കും. പക്ഷേ ഇവർ പറയും ഞാൻ കവിത ചെയ്യുന്നത് എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ്, ആ ദുർബല നിമിഷത്തിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര വീരവാദമാണ്. അപ്പം എനിക്ക് എന്തായാലും അങ്ങനത്തെ വീരവാദങ്ങളിലൊന്നും വിശ്വാസം ഇല്ല. ഞാൻ അതിനെ നിരസിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഭാഷ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹിംസ കൂടിയാണ്. ഭാഷയിൽ ഇടം പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു സാധനമല്ല. അപ്പം ഒരു ഘട്ടം വരെ ഞാൻ എൻ്റെ എഴുത്തിനെ വലിയ തോതിൽ സംശയിച്ചിരുന്നു. കാരണം ഞാൻ എഴുതുന്നത് കവിതയാണ്. കവിതയ്ക്ക് ഭയങ്കര ഈ വയലൻസിൻ്റെ ചരിത്രം കൂടിയുണ്ട്. ഇപ്പം നിങ്ങൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ ചരിത്രങ്ങൾ നോക്കുകയാണ്, ഇപ്പോൾ ലീലാവതിയാണെങ്കിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏത് സാഹിത്യ ചരിത്രം നോക്കുകയാണെങ്കിലും അതിനകത്ത് നമ്മുടെ പണ്ഡിറ്റ് KP കറുപ്പനെ പോലെയുള്ള ഒരാൾ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, എത്ര സ്ഥലമാണ് അയാൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത് നോക്കിയാൽ. അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ്റെ എഴുത്തുകളെ നമ്മൾ പാട്ടുകൾ എന്നാണ് വിളിക്കുക. അത് കവിതയല്ല, പാട്ടാണ്. കവിത എന്ന് പറയുന്ന രൂപം അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂല്യമോ ഒന്നും ഇതിനില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഒരുപാട് എഴുതിയൊരു മനുഷ്യനാണ്. പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ ഒരു കവി എന്നുള്ള ഒരു രീതിയിലൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പം ഈ രീതിയിൽ എക്സ്ക്ലൂഷണറി ആയിട്ടാണ് സാഹിത്യം എപ്പോഴും നിലനിൽക്കുന്നത്. പ്രധാനപ്പെട്ടും ഡോമിനൻ്റ് ആയിട്ടിരിക്കുന്ന കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയൻ, ക്ലാസ്, ജെൻഡർ പൊസിഷനാണ് അത് എപ്പോഴും നിരന്തരം ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത് ഒരു പുസ്തകം വായിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് മാഡ് വുമൻ ഇൻ ദ അറ്റിക് എന്നാണ്. സൂസൻ ഗുബറും സാന്ദ്ര ഗിൽബർട്ടും ചേർന്ന് എഴുതിയൊരു പുസ്തകമാണ്. ഫെമിനിസ്റ്റ് സ്റ്റഡീസിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കായിട്ട് മനസ്സിലാക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പം അതിനകത്ത് അവർ 19-ാം നൂറ്റാണ്ടിലെ സ്ത്രീ എഴുത്തുകാരികൾ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച്, സാഹിത്യത്തിൻ്റെ മേഖലയിൽ സ്ത്രീ എഴുത്തുകാർ നേരിട്ട പ്രശ്നത്തിനെക്കുറിച്ച് യൂറോപ്യൻ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അതിലവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ എഴുത്തുകാരികളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ എഴുത്ത് ഇപ്പം നമ്മുടെ ഹാരോൾഡ് ബ്ലൂമിനെ പോലെയുള്ള അമേരിക്കൻ നിരൂപകനാണ്. അപ്പോൾ പുള്ളി എഴുത്തിനൊക്കെ അവതരിപ്പിക്കുന്നത് എഴുത്ത് എന്ന് പറയുന്നത് ഒരു പിതൃപുത്ര ബന്ധം പോലെയാണ്, അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം പോലെയാണ് എഴുത്ത് നിൽക്കുന്നത്. അതായത് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ ആൺകൂട്ടം അവരൊരു പിതാവിനെ കണ്ടെടുക്കുന്നു. ആ പിതാവിനോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് സ്വന്തം രചനകൾ എഴുതാൻ ശ്രമിക്കുന്നു. ഇപ്പം മലയാളത്തിൻ്റെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാഷാപിതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്തമാരെ കണ്ടെടുക്കാൻ നമുക്ക് ഭയങ്കര ആക്രാന്തമുണ്ട്. ദേശത്തിൻ്റെ തന്ത എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദേശത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ആധുനിക ഗദ്യത്തിൻ്റെ പിതാവ്, ഭാഷയുടെ പിതാവ് എന്നൊക്കെ പറഞ്ഞ് പല പിതൃബിംബങ്ങൾ എങ്ങനെ കണ്ടെടുക്കാനുള്ള പണി നമ്മുടെ സംസ്കാര ചരിത്രത്തിലുടനീളമുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ആണ് സാഹിത്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും മലയാളത്തിലെ എഴുത്തച്ഛനെ ഒരു പൊതുപൂർവികനായിട്ട് കണ്ടുകൊണ്ടാണ് മലയാളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യധാര കവികളൊക്കെ എഴുതുന്നത്. എഴുത്തച്ഛനെ കുറിച്ച് തന്നെ മലയാളത്തിൽ ഒരുപാട് കവിതകൾ ഉണ്ടായിട്ടുണ്ട്. എഴുത്തച്ഛൻ്റെ എന്താ പറയുക തലമുറയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അഭിനമിച്ചുകൊണ്ടുള്ള എഴുത്തുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം യൂറോപ്പിൻ്റെ കോണ്ടെക്സ്റ്റിൽ അവരെഴുതുന്നത് കേരളത്തിൻ്റെ സാഹചര്യത്തിലും ഏറെക്കുറെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ പ്രധാനപ്പെട്ടൊരു അവകാശവാദം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീ എഴുത്തുകാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ഒരു പൊതു പൂർവികനൊന്നുമില്ലായിരുന്നു കണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അവർക്കൊരു മുൻ മാതൃകയൊന്നുമില്ലായിരുന്നു. എഴുതി തുടങ്ങുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മട്ടിൽ, അവർക്ക് താതാത്മ്യപ്പെടാൻ പറ്റുന്ന മട്ടിൽ പൂർവ്വ മാതൃകയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എഴുത്തുകൾ നമുക്ക് ഈ നല്ല ചീത്ത, നിലവാരമുള്ളത് നിലവാരമില്ലാത്തത് എന്നൊരു ബൈനറിയിലൊന്നും ചുരുക്കി മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം അതാണ് ആ സ്ത്രീ എഴുത്തുകാരികളുടെ എഴുത്തിൻ്റെ അരികുവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ നിരീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പെൻ ഈസ് ഈക്വൽ ടു പെനിസ്, പേന എന്ന് പറയുന്നത് എങ്ങനെയാണ് പുല്ലിംഗ സൂചകമാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങളും അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മലയാളത്തിലേക്ക് വരുന്ന സമയത്തിലേക്ക് അപ്പം KP അപ്പൻ, മലയാളം പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോഴെങ്കിലും കേട്ടൊരു പേരായിരിക്കും. ആധുനികതയിലെ പ്രധാനപ്പെട്ട ഒരു നിരൂപകനാണ് KP അപ്പൻ. ശോഭിക്കുന്നവരുടെ സുവിശേഷം പോലെയുള്ള പുസ്തകങ്ങൾ പുള്ളിയുടെ ഉണ്ട്. അപ്പം പുള്ളിയുടെ ഒരു ലേഖനം ഉണ്ട്, അതിൻ്റെ പേര് പൗരുഷത്തിൻ്റെ കലാരൂപം എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വിമർശനം എന്ന് പറയുന്നൊരു കല, വിമർശനം എങ്ങനെയാണ്
പുല്ലിംഗത്തിൻ്റെ കലയാവുന്നത് ശക്തിയും അധ്വാനമൊക്കെ ആവശ്യമുള്ള ഈ ഒരു ഭൗതിക പ്രവർത്തനമാണല്ലോ. കവിത എഴുതാനൊക്കെ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പറ്റുന്ന പണിയാണ്, പക്ഷേ ബുദ്ധി വെച്ചിട്ടുള്ള കളി പെണ്ണുങ്ങൾക്ക് പറ്റില്ല. അപ്പം ഈ വിമർശനം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പണിയാണ്. അത് നമ്മുടെ ഒരു പുല്ലിംഗത്തിൻ്റെ കലയാന്ന് പറഞ്ഞിട്ട് നിർവചിച്ചുറപ്പിക്കുന്ന ഒരു ലേഖനമാണ്. അപ്പം ഇത് യൂറോപ്പിൽ സാന്ദ്ര ഗിൽബർട്ടും സൂസൻ ഗുബറൊക്കെ എഴുതുന്നതിൻ്റെ ഒരു തുടർച്ച നിങ്ങൾക്ക് മലയാളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ മോഡേണിറ്റിയുടെ അകത്തൊക്കെ കണ്ടെടുക്കാൻ വേണ്ടി പറ്റും. ഇതിനൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ലീലാവതിനെ പോലുള്ള ഒരാൾ മലയാളത്തിലെ നിരൂപക എന്ന ഒരു സ്ഥാനത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണ് ലീലാവതിയാണ്. പക്ഷെ അവരെഴുതുന്ന സമയത്ത്, ആദ്യകാലത്ത് നിരൂപണങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതൊരു ആണാണ്, പെൺപേര് ഉപയോഗിച്ച് ഏതോ ആണ് എഴുതുകയാണെന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇത്ര അവരുടെ ഭാഷ വായിച്ചാൽ ആർക്കും തിരിയൊന്നുമില്ല, കാരണം ഭയങ്കര കടുകട്ടി ഭാഷയും എടുത്ത പൊന്താത്ത വാക്കുകളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ എന്തായാലും എഴുതാൻ സാധ്യതയില്ല, ഏതോ പെൺപേര് വെച്ച് ഏതോ ഒരു ആണ് എഴുതുകയാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള അപവാദമൊക്കെ അവർ കേട്ടിരുന്നു. അപ്പം അതിനകത്തും ആർക്കാണ് എഴുതാൻ പറ്റി, ഏത് സ്ത്രീക്കാണ് എഴുതാൻ പറ്റിയെന്നുള്ളൊരു ചോദ്യവും കിടക്കുന്നുണ്ട്. കാരണം ഇപ്പം എഴുത്തിൽ നമുക്ക് സ്ത്രീകളെ നോക്കുമ്പോൾ ലീലാവതി ഉണ്ട് നിരൂപണത്തിൻ്റെ രംഗത്ത്, അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ആഘോഷിക്കുന്ന ഒരാൾ മാധവിക്കുട്ടിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ കൃത്യമായിട്ടും ജെൻഡർ എന്നുള്ള രീതിയിലുള്ള ഒപ്രഷനെ ഒരു പരിധി വരെ അവരെ ജാതി പദവി വെച്ചിട്ടാണ് മറികടക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ ജാതി നൽകിയൊരു പ്രിവിലേജ്, ഒരു സുരക്ഷിത വലയം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ലിറ്ററേച്ചറിൽ കുറച്ചെങ്കിലും ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി സാധിച്ചത്, കുറച്ചെങ്കിലും ശ്രദ്ധ കിട്ടാൻ സാധിച്ചത് അവരുടെ ജാതി പദവിയാണ്. അതില്ലാത്ത സ്ത്രീകൾ എവിടെയെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് നിൽക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖക്കുറിപ്പിൽ എഴുതുന്നുണ്ട്, എൻ്റെ മനുഷ്യരാരും കവിതകൾ എഴുതിയിട്ടില്ല, അവരേറെയും ആത്മഹത്യക്കുറിപ്പ് പോലും എഴുതാൻ സാവകാശം കിട്ടാതെ തൂങ്ങി മരിച്ചവരാണ്, വിഷം കഴിച്ചവരാണ്, ചിലരുടെ കൈയും കാലും തലയൊക്കെ റെയിൽവേ പാളയങ്ങളിൽ കണ്ടെടുക്കപ്പെട്ടു. അപ്പം എൻ്റെ എഴുത്ത് കവിതയൊന്നുമല്ല, അതെൻ്റെ തന്നെ മരണക്കുറിപ്പുകളാണ് എന്നാണ് ഞാൻ എൻ്റെ എഴുത്തിനെ അടയാളപ്പെടുന്നത്. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം മാത്രമേ എനിക്ക് അവകാശപ്പെടാനുള്ളൂ, അല്ലാതെ ഈ കവിതയുടെ ഭാഷാപിതാക്കന്മാരുടെ സാഹിത്യത്തിലെ പ്രബലമായിട്ടുള്ള കാനോനുകളുടെ ഒന്നും യാതൊരു പാരമ്പര്യവും ഒന്നും എനിക്ക് അവകാശപ്പെടാനില്ല. അങ്ങനൊരു സ്പേസിൽ നിന്നാണ് ഞാൻ കടന്ന് വന്നിട്ടുള്ളത്. അച്ചടിയിലേക്കൊക്കെ മലയാളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യധാര പ്രസാധനം അല്ലെങ്കിൽ മുഖ്യധാര അച്ചടിയുടെ ആനുകാലികങ്ങളുടെ ഭാഗമാവാന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ല. മുഖ്യധാര എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ തമാശയ്ക്ക് പറയും, തമാശയ്ക്കും കുറച്ചൊക്കെ ഗൗരവമായിട്ടും പറയും. മുഖ്യധാര എന്ന് പറയുന്നത് മുഖ്യധാരയാണ്. ചില ശബ്ദങ്ങളെയും ചില ശരീരങ്ങളൊക്കെ മുഖ്യമാണ് ഈ മുഖ്യധാര ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മുഖ്യധാരയെ നമ്മൾ മുഖ്യധാര എന്ന് വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അച്ചടിയിലേക്ക് ഒരിക്കലും എഴുത്തുകൾ വരുന്ന ഞാൻ കരുതിയതല്ല, പുസ്തകമാക്കാനുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് എപ്പോഴും, പെണ്ണപ്പൻ എന്ന് പറയുന്ന പുസ്തകത്തിനെക്കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യം വെച്ചാൽ അത് ഒരു കൂട്ടത്തിൻ്റെ പുസ്തകമാണ്, അത് ഞാൻ പണിയെടുത്തുണ്ടാക്കിയ പുസ്തകമല്ല. കാരണം എൻ്റെ സോഷ്യൽ മീഡിയയിലെ എഴുത്തുകൾ എൻ്റെ കുറച്ച് പ്രിയപ്പെട്ട മനുഷ്യർ അവിടുന്ന് ഇവിടുന്ന് പെറുക്കിയെടുത്ത് കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയൊരു പുസ്തകമാണത്. കാരണം അതിൻ്റെ ഫേസ്ബുക്കിൽ എഴുതുന്ന സമയം നമ്മൾ തലക്കെട്ടൊന്നും കൊടുക്കില്ല കവിതകൾക്ക്. അപ്പം ഈ തലക്കെട്ട് കൊടുക്കുക, അതിനെ അടുക്കുക, എഡിറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള പണിയെടുത്ത ഞാനൊന്നുമല്ല. ഈ പുസ്തകം സത്യം പറഞ്ഞാൽ ഒരു കളക്റ്റീവിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഭാഗമാണ്. ഞാനതിൽ വളരെ കുറച്ച് പണി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചടിയൊന്നും ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല. പക്ഷേ എൻ്റെ BEd, ഞാൻ PG കഴിഞ്ഞതിന് ശേഷം BEd ആണ് ചെയ്തത്. അപ്പോൾ BEd പഠിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ഭയങ്കര ഒട്ടും ഓക്കെ അല്ലാത്ത കുറേ സംഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അപ്പം ആ വർഷം എന്ന് പറയുന്നത് എനിക്ക് പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള എൻ്റെ തന്നെ കുറച്ച് ആർട്ടിക്കിൾസ് ഒരുമിച്ച് ചേർത്തൊരു ലേഖനങ്ങളുടെ ഒരു സീരീസ് ഇറക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു. ആ സമയത്താണ് ഈ പ്രശ്നങ്ങളും ലീഗൽ ഫൈറ്റും ഒക്കെ വരുന്നത്. അതിൻ്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള ഹൈക്കോർട്ടിൽ. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് ആ വർഷമൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ലേഖനങ്ങളുടെ ഈ കളക്ഷൻ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള എൻ്റെ പ്രതീക്ഷയൊക്കെ കെട്ടുപോയൊരു സമയത്താണ് എൻ്റെ സുഹൃത്തുക്കൾ ഒരുമിച്ച് കവിതകൾ ഇറക്കുക എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ കവിതയിൽ അടയാളപ്പെടുത്തുന്നത് എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നില്ല, കവിതയിൽ അടയാളപ്പെടുത്തണം എന്നൊന്നും. അപ്പം ആ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പുസ്തകം പുറത്തു വരുന്നത്. അത് പുറത്തു വന്ന സമയത്ത് ഒരുപാട് ചർച്ച ചെയ്തു. കാരണം സച്ചിദാനന്ദൻ, മലയാളത്തിലെ പ്രധാനപ്പെട്ട കവികൾ ഒരാളുടെ സച്ചിദാനന്ദൻ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ കവിതാ പുസ്തകം വായിച്ച് അതിനുള്ളൊരു പ്രതികരണ കവിത പുള്ളി എഴുതി സമകാലിക മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഒരുപാട് ശ്രദ്ധ ആ പുസ്തകത്തിന് കിട്ടി. അതേപോലെ തന്നെ വിമർശനങ്ങളും ഉണ്ടായി. കാരണം
ആ പേര് പെണ്ണപ്പൻ എന്ന് പറയുന്ന പേര് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. ഇങ്ങനെയുള്ളൊരു പേര് പുസ്തകത്തിന് തലക്കെട്ടാക്കുന്നത് പ്രശ്നമല്ലേ, ഒരു എന്താ പറയുക, ഒരു ഇൻസൾട്ടിങ് ആയിട്ടുള്ളൊരു വേർഡായിട്ട് അത് നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ അതിനെ വീണ്ടും ഉയർത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമുള്ളൊരു കാര്യമല്ലേ, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല അങ്ങനൊരു നയം എന്നുള്ള രീതിയിലൊക്കെ വിമർശനം വന്നു. അപ്പോൾ ഞാൻ കരുതുന്ന കാര്യം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ്. ഞാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനോട് ഭയങ്കരമായിട്ട് ക്രിട്ടിക്കലായിട്ടുള്ളൊരു പൊസിഷൻ എടുക്കുന്ന വ്യക്തിയാണ്. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഭാഷയിൽ ശരിയായിരുന്നാൽ മതി, അതുകൊണ്ട് സിസ്റ്റം മാറുന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഭാഷയിൽ ശരിയായിരുന്നത് കൊണ്ട് നിങ്ങൾ സിസ്റ്റം മാറുന്നു കരുതുന്നത് വിഡ്ഢിത്തരാണ്. കാരണം നിങ്ങൾ ജാതിനെ കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ജാതി പോകാനൊന്നും പോകുന്നില്ല. നിങ്ങളിപ്പം തൊട്ട് കൂടലും തീണ്ടലും ഒന്നും ആചരിക്കുന്നില്ല, പക്ഷെ കൃത്യമായിട്ട് നിങ്ങളുടെ പത്രം നോക്കിയാൽ മതി, രാവിലെ എണീറ്റ് മാട്രിമോണിയൽ പരസ്യം നോക്കിയാൽ മതി, ഇവിടെ ജാതി എന്നുള്ള ചോദ്യത്തിന് വളരെ ഇമ്മീഡിയറ്റ് ആയുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. SC ST ഒഴികെ എന്നുള്ള ഒരു കോളം കാണാൻ വേണ്ടി പറ്റും എല്ലാ വിവാഹ പരസ്യങ്ങൾക്കും ചുവടിലായിട്ട്. അപ്പം പക്ഷേ നമ്മളെന്താ, ജാതീയമായുള്ള അധിക്ഷേപങ്ങൾ വളരെ വിസിബിളായിട്ട് കേരളത്തിൻ്റെ കോൺടെക്സ്റ്റിലെങ്കിലും നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കും, ഇവിടെ ജാതി ഇല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലെത്തും. ഇതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു ഡിസ്കോഴ്സ് ചെയ്യുന്ന പണി. അതായത് നമുക്ക് രോഗത്തിനെ മനസ്സിലാക്കാൻ, രോഗത്തിനെ ചികിത്സിക്കാൻ രോഗലക്ഷണങ്ങൾ വിസിബിൾ ആവണം. ഈ രോഗലക്ഷണങ്ങളെ ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ചെയ്യുന്നൊരു പണി. ഇപ്പം നിരന്തരം ഇവിടെ ജാതി അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്, അപ്പോൾ അതിനെതിരെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാവും, അതിനെ ക്രിട്ടിക്ക് ചെയ്യുന്ന ശബ്ദങ്ങൾ വരും. ഇതൊന്നും ഇല്ലാതെ നമ്മൾ പേടിക്കുകയാണ്, നമ്മൾ ഓഡിറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടിയിൽ നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ നമ്മളിത് പറയുന്നില്ല. ചില സമയത്ത് പുറത്ത് ചാടിയേക്കാം, അപ്പം നമ്മൾ കോൾ ഔട്ട് ചെയ്യപ്പെട്ടേക്കാം. ആ ഒരു പേടിയിൽ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത്. ജാതിയാണെങ്കിലും ബാക്കി ഏത് മനുഷ്യവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും രാഷ്ട്രീയ ശരികളുടേതല്ല. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് രാഷ്ട്രീയ ശരികളുടേതേ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കവിതയ്ക്ക് മാത്രം വായിൽ നിന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്സിൻ്റെ ഒരു ഭാഷയിലൊന്നും സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കോംപ്ലിക്കേഷനെ, സങ്കീർണതയെ അവതരിപ്പിക്കാൻ വേണ്ടി അത്തരം ശരീരങ്ങളെ, ഫെമിനൈസ്ഡ് ആയിട്ടുള്ള ശരീരങ്ങളുടെ സങ്കീർണതകൾ അവതരിപ്പിക്കാൻ വേണ്ടി ആ വാക്കിലും കവിഞ്ഞു നിൽക്കുന്ന ഒരു വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ജെൻഡർ റോളിനെ തകർക്കുന്ന ഒരു പിതൃബിംബത്തിനെ അവതരിപ്പിക്കാൻ വേണ്ടി ആ വാക്കിൽ കവിഞ്ഞൊരു വാക്ക് ഏത് കിട്ടും എന്നുള്ളത് ഒരു സംശയമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ടു, എന്നെക്കുറിച്ച് നിങ്ങൾ കേട്ട ഗോസിപ്പുകൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, നീ ഇൻട്രോവേർട്ട് അല്ല, ഇൻട്രോവേർട്ടായിട്ട് അഭിനയിക്കാമെന്ന് ഒരു ഗോസിപ്പ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആളുകൾ ആ രീതിയിലൊക്കെ ഞാൻ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ ഡിഗ്രി വരെ പഠിച്ച കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, PG ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ച ആ സമയത്തൊക്കെ എന്നെ അടുപ്പുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ഞാൻ എങ്ങനെയുള്ള ഒരാളായിരുന്നു. കാരണം ഞാൻ ഒട്ടും സംസാരിക്കാത്ത, ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒട്ടും സുഹൃത്തുക്കൾ, ഇപ്പോൾ പോലും ഡിഗ്രി വരെയുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ ലിസ്റ്റ് എടുത്താൽ 1 or 2 പേരേ ഉണ്ടാവുള്ളൂ. അതിൽ ആ മനുഷ്യരോട് പോലും എനിക്കൊരു കോൺടാക്റ്റും ഇല്ല. അപ്പം സത്യം പറഞ്ഞാൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ MA പഠിക്കാൻ വേണ്ടി പോയതിന് ശേഷമാണ് എൻ്റെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് സംഭവിക്കുന്നത്. ജീവിതത്തിലാണെങ്കിലും എൻ്റെ ചിന്തയിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ സാവിയോയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷിൽ ഒരു ഫാദർ തോമസ് ഉണ്ട്. അപ്പോൾ പുള്ളീനെ ഭയങ്കര പേടിയായിരുന്നു എല്ലാവർക്കും. പുള്ളി 8ലും 9ലും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചർ പുള്ളിയായിരുന്നു. അപ്പം ഒരു ദിവസം ആൻസർ ഷീറ്റ് വാങ്ങാൻ സമയത്ത് എണീറ്റ് നമ്മൾ ആൻസർ ഷീറ്റ് വാങ്ങുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എണീറ്റിയ സമയത്ത് എൻ്റെ കൈ ഇങ്ങനെ വിറക്കി. ഇപ്പോഴും വിറയൊന്നും മാറിയിട്ടില്ല. അപ്പം വിറക്കിയ സമയത്ത് പുള്ളി അത് കണ്ടു. പുള്ളി എനിക്കൊരു പണി തന്നു. എല്ലാ ദിവസവും തിങ്കളാഴ്ചകളിൽ എന്തെങ്കിലും വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കണം, ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ എന്നിട്ട് സംസാരിക്കണം. സംസാരം കഴിഞ്ഞിട്ട് പുള്ളി എനിക്കൊരു പെന്ന് തരും. പെന്ന് ഇങ്ങനെ നിബ്ബ് പിടിച്ച് നമ്മൾ നിൽക്കണം. അപ്പം ഞാൻ വിറയ്ക്കുകയാണെങ്കിൽ അടുത്ത ദിവസവും ഇത് ചെയ്യിപ്പിക്കും. അപ്പം അത് അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പോൾ അതെന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല, അതെനിക്കൊരു വയലൻറ്റ് അനുഭവമായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ മാറുക, നമ്മൾ തിരുത്തപ്പെടുക. ഇപ്പോഴും എൻ്റെ സോഷ്യൽ ആൻസൈറ്റി ഒന്നും കംപ്ലീറ്റ് ആയിട്ട് മാറില്ല. ഇപ്പോഴും ചില സമയത്ത് ഭയങ്കര പാനിക് ആവാറുണ്ട്, ചില സമയത്ത് സംസാരിക്കാൻ പറ്റാതെ ബ്ലാങ്കായി പോകാറുണ്ട്. പക്ഷേ നമ്മുടെ നിവൃത്തികേടാണ് മനുഷ്യരെങ്ങനെ ആക്കാൻ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പം ഞാൻ BEd സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ഫൈറ്റിലൂടെ കടന്നുപോയി. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. കാരണം കേരള ഹൈക്കോടതിയിൽ പോയി ഒരു കേസ് കൊടുത്തു. ആ കേസിൽ നിരന്തരം അതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമില്ല. നമ്മൾ ഈ രീതിയിലൊരു സിസ്റ്റത്തിന്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ, അധ്യാപകർക്ക് പ്രതിക്കൂട്ടിൽ നിർത്തുന്നോ കേസ് നടത്തുന്നോ ഒന്നും വിചാരിക്കുന്നതല്ല. അപ്പം BEdനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം. കാരണം BEd നമ്മൾ പൊതുവിൽ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു തലമുറയ്ക്ക് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാശിയിലോ രാമേശ്വരത്തോ ഒക്കെ പോയിട്ട് ആ പാപത്തിനുള്ള പരിഹാരം
അതോടെ ആവും. പക്ഷേ ഈ തലമുറയിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പാപം ചെയ്തിട്ടുള്ള നിങ്ങളൊരു BEd കോഴ്സ് ചെയ്ത് 1 വർഷത്തെ ആ കോഴ്സ് ചെയ്താൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും തീർന്നു കിട്ടും. കാരണം അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ മാറ്റാം. അപ്പം ഇത് ഞങ്ങൾ BEdകാർ പറയുന്ന ഒരു ഡയലോഗാണ്. അപ്പോൾ അതുപോലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് BEd ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ അധ്യാപകർ, ഞാൻ ഗവൺമെൻറ് കോളേജ് കോഴിക്കോട്, നിങ്ങൾ മാനാഞ്ചിറയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന കോളേജിലാണ് പഠിച്ചത്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോളേജാണ്. സുഗതകുമാരി, സുകുമാർ അയ്ക്കോടും ഒക്കെ പഠിച്ചൊരു കോളേജാണെന്ന് പറയപ്പെടുന്ന കോളേജാണ്. അപ്പം ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഇപ്പം ലാസ്റ്റ് ഇയർ ആണ് ഞാൻ പാസ് ഔട്ട് ആയത്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് അധ്യാപകരെ പോലെ വൃത്തികെട്ട മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയില്ല, നല്ല അധ്യാപകരെ കണ്ടിട്ടുണ്ട്. കാരണം അധ്യാപകർ എന്താ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞല്ലേ. കാരണം ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എല്ലാവരും ഞാൻ ജനറലൈസ് പറയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ വളരെ നല്ല അധ്യാപകർ വന്ന് പോയിട്ടുണ്ട്, വളരെ ഹെൽപ്പ് ചെയ്ത അധ്യാപകർ വന്നു പോയിട്ടുണ്ട്. പക്ഷെ പൊതുവിൽ അധ്യാപകരുടെ മേൽ ഈ സൊസൈറ്റിയുടെ ഒരുപാട് പ്രഷർ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, അധ്യാപകരെ നമ്മൾ മനുഷ്യരായിട്ടൊന്നല്ല മനസ്സിലാക്കുക. അവർ ഭയങ്കര ദൈവവൃത്തി ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെ വാർത്തെടുക്കുന്ന സോഷ്യൽ എഞ്ചിനീയർ, തേങ്ങമാങ്ങ, മാതാപിതാ ഗുരുദേവൻ, ഇങ്ങനെ മനുഷ്യരല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഡീഹ്യൂമനൈസ് ചെയ്തൊരു വിഭാഗമായിട്ട് അധ്യാപകർ മാറിയിട്ടുണ്ട്. അപ്പം അധ്യാപകരെ മനുഷ്യരാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പണി. അവരുടെ ഈ ഉടയാടകളും തലേൻ്റെ മുകളിലുള്ള ആ വെള്ളിവലയൊക്കെ എടുത്ത് വലിച്ചങ്ങ് എറിയേണ്ട പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ഞാൻ BEd പഠിക്കുന്ന സമയത്ത് PG ഞാൻ പറഞ്ഞു, ഞാൻ കാലടി പോലുള്ള സർവകലാശാലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ അധ്യാപകരൊക്കെ നമ്മളോട് പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ BEd കോളേജിൽ നമ്മൾ അധ്യാപകരുടെ കാല് കൈക്ക് വെള്ളം കുടിച്ചാൽ അവർക്ക് അത്രയും സന്തോഷം, അത്രയ്ക്ക് ഇൻ്റേണൽ മാർക്ക് നമുക്ക് തരുന്നുള്ള ഒരു സ്ഥിതിയിലാണ് ആ കോളേജിൻ്റെ ഒരു അവസ്ഥ. അപ്പം നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ അടുത്തിരുന്നാൽ പോലും ഇവർക്ക് അങ്ങ് ഉരുകും. ആ കുട്ടിയും അവനും തമ്മിൽ എന്താണ് നടക്കാൻ പോകുന്നത്, അടുത്തെന്ന് അവർ സ്റ്റാഫ് റൂം പോയി ചർച്ച തുടങ്ങിയിട്ടുണ്ടോ, പിന്നെ അതിനെക്കുറിച്ചുള്ള ഭാവനകൾ ഒക്കെ വരും. അപ്പം ഈ രീതിയിൽ ഭയങ്കര നമ്മുടെ സർവൈലൻസ്, കാരണം ഭയങ്കര മെറിറ്റോറിയസ് ആയിട്ടുള്ള PhD ഡിഗ്രികളൊക്കെയുള്ള അധ്യാപകരാണ് സൈക്കോളജിയിലും മറ്റേതിലൊക്കെ സ്റ്റാറ്റിയിലൊക്കെ. പക്ഷെ ഇവർ ചിന്തിക്കുന്ന വിധം, എൻ്റെ കോളേജിൻ്റെ തൊട്ടപ്പുറത്തെ മതിൽ അതേ ബിൽഡിംഗ് ആണ് മോഡൽ സ്കൂൾ, ഗവൺമെൻറ് മോഡൽ ബോയ്സ് സ്കൂൾ. അപ്പോൾ ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പിന് അവിടെയാണ് പോയത്. അപ്പോൾ ഒരു മതിലിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോയ സമയത്ത് അവിടുത്തെ അധ്യാപകരോട് ഞാൻ ഇൻട്രാക്ട് ചെയ്തപ്പോൾ അവിടുത്തെ അധ്യാപകർ ഭയങ്കര രസമുള്ള അധ്യാപകർ, ഭയങ്കര രസമായിട്ട് ചിന്തിക്കുന്ന അധ്യാപകർ. അവിടുത്തെ വിദ്യാർത്ഥികൾ അതിലും നല്ല അടിപൊളിയായിട്ടുള്ള കുട്ടികൾ, കാരണം ഭയങ്കരമായിട്ട് പൊളിറ്റിക്സ് സംസാരിക്കുന്ന കുട്ടികൾ. ഭയങ്കര വൃത്തികെട്ട സ്കൂളിൽ നിന്ന് പേരുകേട്ട സ്കൂളാണ്, അലമ്പ് സ്കൂളിൽ നിന്ന് പേരുകേട്ട സ്കൂളാണ്. അതുകൊണ്ടാണ് ഞാനത് ടീച്ചിങ് പ്രാക്ടീസിന് തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു കുട്ടിയും ആ സ്കൂളിൽ പോകാൻ തയ്യാറായിരുന്നില്ല. നിർബന്ധിച്ചിട്ടാണ് ബാക്കി വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വിടുന്നത്. പക്ഷെ ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്നു അവിടെയാണ് ഞാൻ പോകുന്നത്. കാരണം സ്ലം ഏരിയസ് എന്നൊക്കെ ഉള്ള, പിന്നെ പോക്സോ കേസിലൊക്കെ സർവൈവറായുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പം ആ രീതിയിൽ ആ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടുത്തെ വിദ്യാർത്ഥികൾ അവർ പരസ്പരം ഇടപെടുന്ന വിധം, അവർ തല നിറയെ കളറൊക്കെ തേച്ച് മുടിയൊക്കെ വളർത്തി കമ്മലൊക്കെ ഇട്ട് ഒരു മതിലിൻ്റെ അപ്പുറമാണ്, വലിയ ദൂരമൊന്നുമില്ല, പക്ഷേ 2 ലോകങ്ങളാണ്. ഇപ്പുറത്ത് ഞാനൊരു കമ്മൽ കുത്തിയാൽ കേൾക്കാത്ത ചീത്തപ്പേരില്ല, മൂക്ക് കുത്തിയപ്പോൾ അതിലും വലിയ ചീത്തപ്പേരായി. അപ്പം ഇവർ ഭയങ്കര ഒബ്സസ്ഡാണ് നമ്മുടെ ശരീരങ്ങൾക്ക് പുറത്ത്. ഇപ്പം ചെറിയ കുട്ടികളാണ്, നമുക്കറിയാം അധ്യാപകർ ആ രീതിയിൽ ശ്രദ്ധ കൊടുക്കുന്നത് ചിലപ്പോൾ ആവശ്യമായേക്കാം. പക്ഷേ മുതിർന്ന, ഇപ്പം എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 40 കഴിഞ്ഞ ആളുകൾ പഠിക്കുന്ന ഒരു ക്ലാസ്സാണ്. പക്ഷേ അവരെ പോലും ആ രീതിയിലാണ്, ലെഗിൻസ് ഇടാൻ പാടില്ല, ഷാള് നിർബന്ധമാണ്, അങ്ങനെ ഒരുപാട് വിലക്കുകളുടെ ഒരു കാലമായിരുന്നു അത്. അപ്പം അധ്യാപകരിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായി. ഭയങ്കര ഹ്യൂമിലേറ്റിംഗ് ആയിട്ടുള്ള അനുഭവം ഉണ്ട്. ഇവനൊക്കെ എന്തിനാണ് പഠിക്കാൻ വരുന്നത്, ഇവൻ്റെ പണി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ചെറ്റത്തര എഴുതിയതെല്ലാം, ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് ബാക്കി സ്റ്റുഡൻസിനോട് പറയുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഞാൻ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നത്. അപ്പം എന്നെക്കുറിച്ച് പറഞ്ഞൊരു, ഞാൻ എല്ലാ വേദിയിലും പറയുന്ന കാര്യം, എന്നെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ സുഗതകുമാരിയും സുകുമാരയോടൊക്കെ പഠിച്ചൊരു സ്ഥാപനമായിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പേര് കളങ്കപ്പെടുത്തി, ചീത്തപ്പേരുണ്ടാക്കി, കള്ളസുവർ എന്നൊക്കെ പറഞ്ഞു നടന്നു. അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സിലബസിൽ എൻ്റെ കവിത ഉൾപ്പെട്ട സമയത്ത് ഞാൻ ആ സിലബസ് ചുമ്മാ നോക്കുക. മലയാള കവിതാ പരിചയം എന്ന് പറയുന്ന മെയിൻ പേപ്പറിലാണ്, UGയുടെ മെയിൻ പേപ്പറിലാണ് കവിത വന്നിട്ടുള്ളത്. അപ്പം ആശാനിൽ നിന്ന് തുടങ്ങുന്ന ഒരു കവിതയുടെ ഏറ്റവും അവസാനത്തെ തുടർച്ചയായിട്ടാണ് എൻ്റെ പേര് വന്നിരിക്കുന്നത്. എൻ്റെ മുകളിൽ ഞാൻ നോക്കിയപ്പോൾ സുഗതകുമാരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സുഗതകുമാരി സന്തോഷിക്കുമായിരുന്നോ ഇല്ലായിരുന്നു എന്ന് എനിക്കറിയില്ല. ആ സ്ഥാപനത്തിൽ പഠിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർ എത്രത്തോളം അധപതിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് ഇപ്പം ഇമാജിൻ ചെയ്യാനേ പറ്റുള്ളൂ. അവരെങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. പക്ഷെ ആ കോളേജ് പഠിച്ചത് കൊണ്ടുള്ള കേടുകൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ചിലപ്പം ഉണ്ടായേക്കാം. അപ്പം ഞാനത് കഴിഞ്ഞിട്ട്
ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിൽ ഇട്ടു. ഞാൻ വിചാരിച്ചു ഞാൻ ഗ്രൂപ്പിൽ നിന്നൊക്കെ ലെഫ്റ്റ് അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നിർഭാഗ്യവശം ഞാൻ ലെഫ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ആ ഗ്രൂപ്പിലിട്ടു. ഞാൻ ചോദിച്ചു, മിസ്റ്റർ പ്രിൻസിപ്പൽ, നിങ്ങൾ അന്ന് എന്നോട് ചോദിച്ചിരുന്നല്ലോ എന്തിനാണ് ഇവനൊക്കെ പഠിക്കാൻ വരുന്നതെന്ന്. ഇതിനാണ് ഞാൻ പഠിക്കാൻ വന്നിരുന്നത്, നന്ദി എന്ന് പറഞ്ഞ് ഞാൻ ലെഫ്റ്റ് അടിച്ചു. ആ മറുപടി ഒന്നും അവർ അർഹിക്കുന്നൊന്നുമില്ല കേട്ടോ, ആ മറുപടി ഒന്നും അവർ അർഹിക്കുന്നില്ല. പക്ഷെ നമുക്കൊരു തൃപ്തി എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ചില സമയത്ത് ബി എഡ് കോളേജിൽ ടോക്കിന് വിളിക്കുക. അപ്പം ഞാൻ വിചാരിക്കും ആൾ മാറി വിളിക്കുകയാണെന്ന് വിചാരിക്കും. കാരണം ചില മാനേജ്മെൻറ്റ് ബി എഡ് കോളേജിലൊക്കെ വിളിക്കും. അപ്പോൾ അവർ കവി എന്നുള്ള ലേബൽ കണ്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ പോയി പ്രസംഗിച്ച് തുടങ്ങുമ്പോഴാണ് അവർ മനസ്സിലാവുക, ടീച്ചേഴ്സിന് മനസ്സിലാവും പണി പാളി എന്ന് മനസ്സിലാവുക. അപ്പോൾ അവർക്ക് പിന്നെ ആദ്യം എപ്പോഴൊക്കെയാവും എന്താ ചെയ്തത്, എന്താ കേസ് കൊടുത്ത്, എന്തായിരുന്നു കാര്യം എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ക്വസ്റ്റ്യനിങ് ഒക്കെയാണ്. അപ്പം അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസുകളിലൂടെയാണ് ഞാനായത്. സത്യം പറഞ്ഞാൽ ഒരു കാലം വരെ എൻ്റെ ഒരു 10-20 വയസ്സ് വരെ ഞാൻ അധ്യാപകരുടെ കണ്ണിൽ നല്ല കുട്ടിയാവാൻ, ഇവരുടെ വാലിഡേഷൻ കിട്ടാൻ, കാരണം നമ്മളിന്ന് ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു കുട്ടിക്കാലാണ് എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ അക്കാദമിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ഒന്നും ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ശേഷികളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിലേ മുതൽ കവിത എഴുതിക്കൊണ്ടിരുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേക കഴിവുകളൊന്നും, സോക്കോൾഡ് കഴിവുകളൊന്നും ഉള്ളൊരു വ്യക്തിയായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ വാലിഡേഷൻ അത് പ്രധാനമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അത് കിട്ടാതെ ആണ് ഞാൻ വളർന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും കരുതുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ സമരങ്ങൾ ചെയ്തു. ഇപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ നോക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേപോലെ നടന്ന ഈ കോളേജിൽ തന്നെ നടന്നൊരു സമരത്തിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ നോക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ, എൻ്റെ കോളേജ് പ്രിൻസിപ്പൾ വരാന്തയിൽ നിൽക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി കൂട്ടം ഉണ്ട്. അപ്പം ഞാനിങ്ങനെ വിരൽ ചൂണ്ടി ഇയാളെ ഇങ്ങനെ തെറി വിളിക്കാൻ മീൻസ് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഞാൻ എന്നെ നോക്കി, ദൈവമേ ഇത് ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നി. കാരണം ഒരിക്കലും എന്നെ വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന മനുഷ്യർ ഇത് അവരറിയുന്ന ആദ്യമാണെന്ന് ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം ഞാൻ ഭയങ്കര റേസായിട്ട് ഭയങ്കര വിരലൊക്കെ ചൂണ്ടി, പ്രിൻസിപ്പൽ നിങ്ങളൊരു കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥിതിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ സാഹചര്യമാണ്. കാരണം മിണ്ടാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടും കരഞ്ഞും നിലവിളിച്ചുകൊണ്ടും നമ്മളെ കഥനകഥ പറഞ്ഞുകൊണ്ടും നമ്മുടെ കഷ്ടപ്പാട് വിശദീകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പേസ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പണി എന്ന് വെച്ചാൽ നമ്മുടെ കഥനകഥ പറയണം. നമ്മൾ അനുഭവിച്ച ഭയങ്കര തിക്താനുഭവങ്ങൾ, കഷ്ടപ്പാട്, ദാരിദ്ര്യം, പട്ടിണി, ചൈൽഡ്ഹുഡ് ട്രോമ, തേങ്ങ മാങ്ങ എക്സെട്ര. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത വലിയ വലിയ കാര്യങ്ങൾ, സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിക്കണം. ഈ രണ്ടെണ്ണം ചെയ്താലേ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ വാലിഡേഷൻ കിട്ടുള്ളൂ. റാങ്ക് കിട്ടുക, വലിയ ജോലി കിട്ടുക. ഇത് മൈനോറിറ്റീസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെയൊക്കെ ഒരു ഗതികേടാണ്. അവരൊരിക്കലും ഇപ്പം നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്ത് മത്സ്യത്തൊഴിലാളികളെ ഭയങ്കരമായിട്ട് നമ്മൾ തലയെ കൊണ്ട് നടന്നു. കാരണം അവർ കുറേ വെള്ളം ഇറക്കി, അവർ രക്ഷാപ്രവർത്തനത്തിൽ മുൻകൈയിൽ നിന്നു. അതുവരെ തിരിഞ്ഞു നോക്കാത്ത കൂട്ടരാ. അതുവരെ അവരെ കാണുമ്പോൾ മാറി നടന്ന് മൂക്ക് പൊത്തിയ കൂട്ടരാ. പക്ഷെ അവർ ഭയങ്കര സിനിമ സ്റ്റൈലിൽ വന്ന് ഒരു മനുഷ്യേതരായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ നമ്മളവരെ തലയിൽ വെച്ച് നടന്നു. അപ്പം ഇതുപോലെ സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്താലേ നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടുള്ളൂ. അത് ഏത് കേസ് എടുത്താലും നിങ്ങൾ നോക്കിയത്. ഇപ്പം ഞാൻ മേരിക്കുട്ടി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊരു ട്രാൻസ് വ്യക്തി ഒറ്റയ്ക്ക് ഭയങ്കരമായിട്ട് സ്റ്റേറ്റിൻ്റെയും പോലീസിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ പിന്തുണയിൽ പോലീസായിട്ട് മാറുന്നു. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ശരീരങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ റോട്ടിൽ സെക്സ് വർക്ക് ചെയ്യുന്ന 100 രൂപയ്ക്കും 50 രൂപയ്ക്കും ഒക്കെ സെക്സ് വർക്ക് ചെയ്യുന്ന വൃത്തികെട്ട, കാണാൻ കൊള്ളാത്ത, വെപ്പ് വെച്ച് നടക്കുന്നത് എന്ന് തോന്നുന്ന തരത്തിലുള്ള ശരീരങ്ങളോട് നമുക്ക് അകലമുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ പെണ്ണെന്ന് തന്നെ തോന്നിപ്പിക്കുന്ന സുന്ദരിയായിട്ടുള്ള ട്രാൻസ്ഫർ കാണുമ്പോൾ ആ കൊള്ളാലോ ഇതെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്തു. ആ സ്നേഹം കൊണ്ട്, ആ ഇഷ്ടം കൊണ്ട് നമുക്കൊരിക്കലും മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. സിമ്പതി ഒന്നും ഒരു മനുഷ്യൻ രക്ഷിക്കാൻ പറ്റില്ല. ഇതൊരു പൊളിറ്റിക്കൽ സ്ട്രഗിളാണ്. ഇത് നമ്മുടെ പ്രശ്നം കൂടിയാണ്. ജെൻഡർ എന്ന് പറയുന്ന പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീകളുടെയോ ബാക്കി പുറത്തുള്ള കളികളിൽ നിൽക്കുന്ന മനുഷ്യരുടെയോ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മളെല്ലാവരും കൊണ്ട് നടക്കുന്ന ഒന്നാണ്, നമ്മുടെ വീട്ടിലുള്ള ഒന്നാണ്. നമുക്ക് പുറത്തുള്ള ഒന്നെല്ലാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പൊളിറ്റിക്കൽ ബോധം ഉണ്ടാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ നിരന്തരം ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും ഒരു ഗതികേട് കൂടിയാണ്. എനിക്ക് ഈ ഒച്ചപ്പാടും ബഹളവും ആളുകളും ഒന്നും പറ്റാത്തൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ എൻ്റെ നിവൃത്തികേട് കൊണ്ട്, സാഹചര്യം കൊണ്ട് ഞാൻ അങ്ങനെ ഒരാളായി മാറി. നിരന്തരം സംസാരിക്കേണ്ട, ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട ഒരാളായി മാറി. മോശം വായനക്കാരനാണ് ഞാൻ. ഒട്ടും പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് ഫിക്ഷൻ ഞാൻ വായിക്കാറില്ല.
അത് പറയുമ്പോൾ ഞാൻ പുളുവടിക്കാന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. പക്ഷേ വാസ്തവം അതാണ്. എനിക്ക് അങ്ങനെ ഒരു ഓറയുണ്ട്. ഞാൻ ഭയങ്കര വായിക്കുകയും എന്തൊക്കെയോ ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളത് പണ്ട് മുതലേ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ കുറേ കൂടി പൊളിറ്റിക്കൽ റൈറ്റിങ്സിലൊക്കെയാണ് ഞാൻ ശ്രദ്ധ കൊടുക്കുന്നത്. ഫിക്ഷൻ എനിക്ക് ഒട്ടും ഇപ്പം പറ്റാറേ ഇല്ല. അതുകൊണ്ട് ഞാൻ മലയാളത്തിലെ പ്രധാനപ്പെട്ട നോവലുകളൊക്കെ ചോദിച്ചാൽ ഞാൻ വായിച്ചിട്ടില്ല. ആരാച്ചാർ ഞാൻ വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ രാജശ്രീയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. അത് അഭിമാനത്തോടെ പറയില്ല, എനിക്കത് പറ്റുന്നില്ല. ഫിക്ഷൻ എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. കവിത ഞാൻ വായിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ മാറിയോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഞാൻ അതിനെ കാണുന്ന വിധമില്ലേ. ഇപ്പം ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഐഡിയനെ പോലും ഞാൻ ഭയങ്കര ക്രിട്ടിക്കലായിട്ടാണ് കാണുന്നത്. കാരണം ഇൻക്ലൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പുറത്ത് നിൽക്കുന്ന കരുതപ്പെടുന്ന, അല്ലെങ്കിൽ പുറത്താക്കി നമ്മൾ തന്നെ പുറത്താക്കിയ ആളുകളെ നമ്മൾ വിളിക്കുന്നു, വായോ വായോ ഇവിടേക്ക് വായോ ഇവിടെ ഇരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ എവിടേക്കാണ് നമ്മൾ വിളിക്കുന്നത്? അങ്ങേയറ്റം കറക്റ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിനകത്തേക്ക്. നമ്മൾ എവിടേക്കാണ് ചെന്ന് കയറേണ്ടത്, എവിടേക്കാണ് തല വെക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അപ്പം ഇത് എൻ്റെ ചിന്തയല്ല. ഇപ്പം ആഞ്ചല ഡേവിസിനെ പോലെയുള്ള ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാർ അവർ പറയുന്ന കാര്യമാണ്. കാരണം ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഇസ് നോട്ട് ഇനഫ്. ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ആരെയാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്, എവിടേക്കാണ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു ചോദ്യം നിൽക്കും. ഈ റേസിസ്റ്റ് ആയിട്ടുള്ള, കേരളത്തിൻ്റെ കോൺടെക്സ്റ്റിൽ കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള, ഹെട്രോ പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്തേക്കാണ് നമ്മളവരെ വിളിച്ചു വരുത്തുന്നത്, വായോ വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനെ ഞാൻ പ്രശ്നകരമായി കാണുന്നു. ഇപ്പോൾ നമ്മൾ മാറ്റം വരുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ മൈനോറിറ്റൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരുണ്ടാവുന്നുണ്ട്, അവർക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്, എനിക്ക് വേദികൾ കിട്ടുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ ആൾക്കാർ വിളിക്കുന്നുണ്ട്. പക്ഷേ ആ ദൃശ്യതേനെ പോലും ഞാൻ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് കാണുന്നത്. കാരണം ഈ വിസിബിലിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ കമോഡിഫൈ ചെയ്യപ്പെടാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ദൃശ്യത, നമ്മുടെ പറച്ചിലുകളൊക്കെ പ്രധാനമായിട്ടും ഞാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട എല്ലാ സാഹിത്യോത്സവങ്ങളിലും അതിഥിയായിട്ട് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ KLFൽ എന്നെ ക്ഷണിച്ചിരുന്നു ലാസ്റ്റ് ഇയറിൻ്റെ മുന്നത്തെ വർഷം. അപ്പോൾ അതിന് ഞാൻ പോയ സമയത്ത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഗ്രസീവായിട്ടുള്ളൊരു മുഖം അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി മാത്രമാണ് അവർ നമ്മളെ ഇരുത്തുന്നത്. ഇപ്പം 4 ആണുങ്ങളുള്ള വേദിയിൽ ഒരു പെണ്ണിനെ പിടിച്ചെടുത്തും. കാരണം അല്ലെങ്കിൽ പണി പാടും, ഓഡിറ്റ് ചെയ്യപ്പെടും. അല്ലാതെ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അതേപോലെ തന്നെ ഒരു എന്താ പറയുക, മൈനോറിറ്റൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള മനുഷ്യരൊക്കെ പിടിച്ചിടും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര പുരോഗമനക്കാരാണ് കേട്ടോ, ഞങ്ങൾ റെപ്രസെൻറ്റേഷൻ പാലിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ധാരണ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു വിസിബിലിറ്റി ഒരു ട്രാപ്പാണ്. ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കൺസേൺ ഇല്ലാതെ ഈ ടോക്കണിസ്റ്റിക് ആയിട്ടുള്ള വളരെ ഒരു ടോക്കൺ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് നിലവിൽ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നില്ല. നമുക്കൊക്കെ സ്പേസ് കിട്ടുന്നുണ്ട്, നമുക്കൊക്കെ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്, നമ്മളെ വേദികളിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് കൃത്യമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് KLFനെ എന്നെ വിളിച്ച സമയത്ത് 30 മിനിറ്റാണ് എൻ്റെ സംസാരത്തിൻ്റെ സമയം. അതും ഒരു മൂലയിലുള്ളൊരു വേദിയിലാണ് നമ്മൾ ഇരുത്തിയിരിക്കുന്നത്, പ്രധാനപ്പെട്ട വേദിയിൽ. ആദ്യത്തെ ദിവസം ആദ്യത്തെ സെഷനാണ്. കാരണം ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറേ പരിമിതികളുള്ള ദിവസമായിരിക്കും, സൗണ്ട് സെറ്റിങ്സ് ഒക്കെ. അപ്പം അങ്ങനെ എല്ലാ പരിമിതികളുള്ള സെഷനും നമ്മൾ പരീക്ഷണ വസ്തുക്കളായിട്ട് നമ്മളെ കൊണ്ടിരുത്തും. അപ്പം അന്ന് ആ വേദിയിൽ തന്നെ ഞങ്ങൾ അതിനെതിരെ വിമർശനമൊക്കെ പറയുകയുണ്ട്. അതുകൊണ്ട് പിന്നെ അടുത്ത വർഷം വിളിച്ചില്ല, സന്തോഷം. അപ്പം അങ്ങനെ പുതിയ കാലത്തെ എഴുത്തിന് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ കാണുന്നുണ്ട് ഈ മാറ്റത്തിനൊക്കെ. പക്ഷേ ആ മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര പുതിയ കാലം മാറുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു പണിയായിട്ടും ഞാൻ കരുതുന്നില്ല. നമ്മളിത് പറയുന്ന സമയത്ത് ഭയങ്കര ഒരു എളുപ്പമുണ്ട്, കാലം മാറി, സമൂഹം മാറി എന്നൊക്കെ. ഈ മാറ്റത്തിന് പിന്നിൽ പണിയെടുത്ത ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് രക്തസാക്ഷിത്വം ഉണ്ട്, ഒരുപാട് സമരങ്ങളുണ്ട്, ചരിത്രത്തിൽ എവിടെയും ഇടം കിട്ടാതെ പോയ മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. നമ്മൾ മാറി എന്ന് പറയുമ്പോൾ ഭയങ്കര സ്വാഭാവികമായിട്ട് എളുപ്പത്തിൽ മാറി എന്നുള്ളൊരു ധ്വനി അതിനകത്തുണ്ട്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയൊക്കെ നൽകിയ തുറവി കൊണ്ട് നമുക്കൊക്കെ കുറച്ചെങ്കിലും വിസിബിലിറ്റി കിട്ടുന്നുണ്ട്, നമ്മുടെ ശബ്ദങ്ങൾ കേൾക്കാൻ ആളുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ. ഇപ്പം ഞാൻ മാത്രമല്ല ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ യോഗ്യനായിട്ടുള്ളത്. എൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ വർഷം സാഹിത്യ അക്കാദമിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ILSK സാഹിത്യ അക്കാദമിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഞാനിങ്ങനെ ഒരു പാനൽ ഡിസ്കഷനിൽ, അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻട്രാക്റ്റീവ് സെഷനിൽ ഒരു വ്യക്തി ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഒരുപാട് മനുഷ്യരുണ്ട് മൈനോറിറ്റൈസ്ഡ് ആയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം അവരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾ 4 പേര് ഇവിടെ ഇരിക്കുന്നതിൻ്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചു. അപ്പം എനിക്കൊന്നും ചിന്തിക്കേണ്ടിയിരുന്നില്ല. ഞാൻ പറഞ്ഞ മറുപടി ഇതാണ്: ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ യോഗ്യത. അല്ലാതെ ഞാൻ പഠിച്ചു എന്നോ എനിക്ക് റാങ്ക് കിട്ടി എന്നുള്ളതൊന്നുമല്ല എൻ്റെ യോഗ്യത. മരിച്ചു പോകേണ്ടിയിരുന്ന ഒരുപാട് നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് ഗിവപ്പ് ചെയ്യാതെ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിന്നു. അത് മാത്രമാണ് യോഗ്യത. എൻ്റെ മുന്നേ ഒരുപാട് മനുഷ്യരുണ്ടായിട്ടുണ്ട്, സമരം ചെയ്യുന്ന ഒച്ചപ്പാടുണ്ടാക്കി ഒരുപാട് കൂട്ടരുണ്ടായിട്ടുണ്ട്.
ചിലരൊക്കെ തോറ്റുപോയവരുടേത് കൂടിയാണ് എൻ്റെ ചരിത്രം എന്ന് പറഞ്ഞത്. ചിലർക്കൊന്നും സ്പേസ് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ഒന്നാമതായിട്ട് ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മാത്രം പ്രയത്നം കൊണ്ടല്ലോ. ഒരുപാട് മനുഷ്യരൊന്നും ഇല്ലാതെ പോയതിൻ്റെ വേർപ്പിലും ചോരയിലൊക്കെ ചെളിയിലൊക്കെ തന്നെയാണ് നമ്മൾ കയറി നിൽക്കുന്നത്. അപ്പം ഈ രീതിയിലാണ് ഞാൻ ആ മാറ്റത്തിനെ മൊത്തത്തിൽ വിലയിരുത്തുന്നത്. ഒരുപാട് പുതിയ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് ഈ കാലത്തിൻ്റെ കൂടി പ്രത്യേകതയാണ്. നമുക്ക് അത് അവഗണിച്ച് കളയാൻ പറ്റാത്ത രീതിയിൽ നമ്മളൊരു കൂട്ടമായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനത്തെ മൈനോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ശബ്ദങ്ങളെ. അതിൻ്റെ ഒരു സാധ്യതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാനിന്ന് പറയുമ്പോൾ അധ്യാപകരെ വിമർശിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ ഭയങ്കര BEd കോളേജിൻ്റെ സമയത്ത് നമ്മൾ ഭയങ്കര പ്രൊട്ടസ്റ്റൊക്കെ നടത്തി അധ്യാപകർക്ക് പ്രതികൂളിലൊക്കെ നിർത്തി ടീച്ചിങ് പ്രാക്ടീസിന് പോവാം. അപ്പോൾ അതിനകത്താണ് ഞാൻ ഈ പൊള്ളത്തരം മനസ്സിലാക്കുന്നത്. നമ്മളിലേക്ക് നോക്കേണ്ട ഒരു കണ്ണാടി കൂടി വെക്കണമല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര പൊളിറ്റിക്കലാണ്, തേങ്ങയാണ്, ഞാൻ ഭയങ്കര സൂപ്പറാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഈ സിസ്റ്റത്തിനെ മൊത്തം മാറ്റാൻ പോവാണ്, മാണിക്കക്കല്ല് കളിക്കാൻ പോവാണ് സ്കൂളിൽ പോയിട്ട് എന്നുള്ള ധാരണയിലാണ് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത്. പക്ഷേ ഇത് ഭയങ്കര കെണിയാണ് കേട്ടോ. അപ്പം എനിക്ക് എന്നെ കുറേ കൂടി മനസ്സിലാക്കാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്ത്. അപ്പം 9ാം ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ ഒരു 8 കുട്ടികളേ ഉള്ളൂ. പക്ഷേ ഒരു 100 കുട്ടികളുടെ ഒച്ചപ്പാടും ബഹളമാണ് ക്ലാസ്സിൽ നിന്ന് ഉള്ളത്. അപ്പം ഞാൻ പരമാവധി അതൊക്കെ മാറ്റി നിർത്തി ക്ലാസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിലൊരു നിമിഷം എനിക്ക് സഹി കിട്ടപ്പോൾ ഞാൻ ഒരു പയ്യനെ വിളിച്ചു, എണീറ്റ് നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞാനല്ല മിണ്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എണീറ്റ് നിൽക്ക്, പുറത്ത് വയ്ക്കുമെന്ന് പറഞ്ഞു. ദേഷ്യം പിടിച്ചിട്ട് പുറത്ത് വയ്ക്കും മീൻസ് ക്ലാസ്സിൻ്റെ വാതിലിൻ്റെ മൂലയിൽ പോയി നിന്ന് പറഞ്ഞു, ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ട്. അങ്ങനെ ഞാൻ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അത് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞ് ഒരു 2-3 സെക്കൻഡ് ഇടയിൽ ചിന്തിക്കും, ദൈവമേ ഞാൻ എന്താണ് ചെയ്യുന്നത്. നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാവുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ നിർബന്ധിതരാകും എന്നുള്ളൊരു വശമുണ്ട്. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. ഞാൻ അപ്പം തന്നെ അവനോട് പറഞ്ഞ് കയറിയിരുന്നോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ കയറിയിരിക്കില്ല. അപ്പം എൻ്റെ ഗതികേട് ഒന്നുകൂടി കൂടി. അപ്പം ഞാൻ പുതിയൊരു ആദ്യം അതായിരിക്കുന്നത് എനിക്ക് തോന്നി. പക്ഷെ ഞാനാണ് ഇപ്പോൾ പ്രതികൂളിൽ നിൽക്കുന്നത്, ഞാനാണൊരു കെട്ട അധ്യാപകനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം തോന്നി. എനിക്ക് മൊത്തം റിവൈൻഡ് അടിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനിപ്പോൾ എന്താ ചെയ്യുക, നാണം കെട്ടു, ചെക്കനാണെങ്കിൽ കയറിയിരിക്കുന്നില്ല. അപ്പം ഞാൻ അവനോട് സോറി പറഞ്ഞു. എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മൾ തെറ്റുകൾ ചെയ്യും. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. നമ്മളാരും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരൊന്നുമില്ല. എന്ത് പുരോഗമനം പറഞ്ഞാലും എന്ത് പ്രസംഗിച്ചാലും നമ്മളൊക്കെ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യരാണ്. ആത്യന്തികമായി തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കുക, സത്യസന്ധമായിട്ട് ക്ഷമ ചോദിക്കുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതാണ് എൻ്റെ അധ്യാപകനിൽ നിന്ന് എനിക്ക് കിട്ടാതിരുന്നത്. കാരണം അവർ കഴിഞ്ഞ തലമുറയിലെ മനുഷ്യരാണ്. അവർക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷെ അവരത് അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാവണം. കാലത്തിനൊത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പം ഞാനും ഇതിന് പുറത്ത് നിൽക്കുന്ന ആളല്ല. കാരണം ഞാനും ഒരു അധ്യാപകനായിട്ട് ഭാവിയിൽ മേ ബി വരാവുന്ന ഒരാളാണ്. ഇതിനകത്ത് നിന്ന ആളുകളാണ്. അപ്പോൾ അധ്യാപകരുടെ പ്രശ്നങ്ങളെ എനിക്ക് ആ രീതിയിൽ കൂടി ഞാൻ എന്നെക്കൂടി സ്വയം വിമർശിച്ചുകൊണ്ടാണ് എപ്പോഴും അതിനെ മനസ്സിലാക്കുക. ഞാൻ BEd കോളേജിൽ പോകുന്ന സമയത്ത് എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, പുതിയ അധ്യാപക വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ആളുകളോടൊക്കെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ പരീക്ഷകളിൽ എപ്പോഴും ഒന്നാം ബെഞ്ചിലിരിക്കുന്ന, പാട്ട് പാടുന്ന, ചിത്രം വരയ്ക്കുന്ന, എല്ലാവിധ കഴിവുകളുമുള്ള വിദ്യാർത്ഥിയുടെ കൂടെ നിൽക്കാൻ ലോകം മൊത്തം ഉണ്ടാവും. ഒരു പ്രശ്നവുമില്ല, ലോകം മൊത്തം അവൻ്റെ കൂടെ നിൽക്കും. പക്ഷേ ചീത്ത കുട്ടികളെ നിങ്ങൾ സൂക്ഷിക്കണം. ചീത്ത കുട്ടികൾ, നിങ്ങളുടെ അവസാന ബെഞ്ചിലിരിക്കുന്ന, നിങ്ങളുടെ പരീക്ഷകളിലൊക്കെ തോറ്റുപോകുന്ന, ഒരു കഴിവില്ലാത്ത കുട്ടികളുണ്ടല്ലോ, അവരെ കൂടെ നിൽക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. അവരെയാണ് നിങ്ങൾക്ക് ആവശ്യം. അവരെ നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന പോലെ തന്നെ അവർക്കും നിങ്ങൾ ആവശ്യമുണ്ട്. അപ്പം അതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. ആ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പം ആ ഒരു ബാധ്യതയാണ് അധ്യാപകർ ഏറ്റെടുക്കേണ്ടത്. അതാണ് അധ്യാപകർ ചെയ്യാത്ത പണിയും. ജീവിതത്തിൽ ഞാൻ ഒരുപാട് തരം മനുഷ്യരോട് കൂടെ ഇടപെടുകയും സംസാരിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും കരുതുന്നൊരു കാര്യമാണ്, ഞാൻ ബാക്കി എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ സമാന പ്രായക്കാരുള്ള ബാക്കി വിദ്യാർത്ഥികളൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു അഭിമാനത ഞാൻ എപ്പോഴും പറയുന്നത് കാരണം ഈ നിമിഷം മരിച്ചു പോയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ. കാരണം എനിക്ക് കൂടുതൽ എന്തെങ്കിലും നേടണമെന്നോ, ഞാൻ ജീവിതത്തിൽ ഏറ്റവും മോശം വേദനകളും അനുഭവിച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല അനുഭവങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിനി അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്നല്ല, പക്ഷേ ഈ നിമിഷം മരിച്ചു പോയാൽ എനിക്ക് ഭയങ്കര നിറവുണ്ടാവും എന്ന് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കാരണം പല തരത്തിലുള്ള, ഇപ്പം സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ, ട്രാൻസ് മനുഷ്യർ, ഇവരോടൊക്കെ ഭയങ്കര അടുപ്പം. ഇവരൊന്നും എൻ്റെ പുറത്തുള്ള മനുഷ്യരായിട്ടൊന്നും ഞാൻ കാണില്ല. ഇവരൊക്കെയാണ് എൻ്റെ മനുഷ്യരെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവരൊക്കെ എൻ്റെ മനുഷ്യർ. അപ്പം ആ രീതിയിൽ ആ മനുഷ്യരോടൊക്കെ എനിക്ക് കടപ്പാടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ പല സന്ദർഭത്തിലും എന്നെ സഹായിച്ചത് അങ്ങനത്തെ മനുഷ്യരാണ്.
അങ്ങനത്തെ മനുഷ്യർ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, എൻ്റെ കണ്ണീരൊപ്പിയിട്ടുണ്ട്. അപ്പം അവരോട് എനിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, എനിക്കൊരു മനുഷ്യരോട് കടപ്പാട് നന്ദിയൊന്നുമില്ല ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് അവരോട് കടപ്പാടുണ്ട്. അത്ര മനുഷ്യരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ ഇന്നിപ്പം ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, സ്വാഭാവികമായിട്ടും ഒരുപാട് മനുഷ്യരുടെ, ഒരുപാട് സ്ത്രീകളുടെ, ഒരുപാട് സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ, ട്രാൻസ്മേഷൻ ഒക്കെ ഒരു പ്രയത്നമൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ അമ്മയുടെ തന്നെ പ്രയത്നമാണ്. എൻ്റെ അമ്മ ജോലി എടുക്കുന്നു, പണിയെടുക്കുന്നു, ഈ പ്രായത്തിൽ പണിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പുരോഗമനം പ്രസംഗിക്കാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ ശില്പ വായിച്ച കവിത ഉണ്ടല്ലോ, അമ്മ കവിത തുടങ്ങിയാൽ ആര് കറി വെക്കുന്ന പറഞ്ഞത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ദിവസം ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക, ഫോണിൽ കളിച്ച് വീട്ടിലാണ്, ഫോണിൽ കളിച്ച് പുലർച്ചയായി 4 മണിയായി. 4 മണിയായിട്ട് ഞാൻ സമയം അറിയുന്നില്ല, ഫോണിൽ ഇങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് എന്തൊക്കെ സീരീസ് എന്തോ കാണുക. അപ്പോൾ അമ്മ എണീറ്റിട്ടുണ്ട് 4 മണിക്ക്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അമ്മ എണീറ്റ് ചോറിന് വെള്ളം വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പണിക്ക് പോകണം 6-7 മണിയാകുമ്പോൾ. അപ്പം ഞാൻ ചിന്തിക്കുക, ഞാനിങ്ങനെ കവിതകൾ എഴുതുന്നു, ഞാനിങ്ങനെ രാഷ്ട്രീയം പറയുന്നു, വീട്ടിൽ ഒരു ആള്, വീട്ടമ്മ എന്നുള്ളത് വീട്ടടിമ കൂടിയാണെന്ന് പറയും. അപ്പോൾ വീട്ടിൽ അങ്ങനെ ഒരാൾ, അത് എല്ലാ കുടുംബങ്ങളിലും ആ അൺപെയ്ഡ് ആയിട്ടുള്ള വേജ്, വീട്ടുപണി, അതിൻ്റെ പുറത്താണ് എല്ലാ കുടുംബവും നിലനിന്ന് പോകുന്നത്. അതിൻ്റെ ആ ആണിക്കൽ ഊരി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ എത്ര പുരോഗമനം പറഞ്ഞാലും പ്രിവിലേജിനെ ഉപയോഗിച്ചുകൊണ്ട്, പ്രിവിലേജിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. പ്രിവിലേജിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് മനുഷ്യർ, ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള പൊസിഷനിൽ വരുന്ന ആളുകൾ, അവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനും അവരൊക്കെ കൂടിയാണ് എന്നെ പരുവപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കവിതേനെ എപ്പോഴും എനിക്ക് ഭയങ്കര അവിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ കവിതയിൽ നിന്നുള്ളത്. പക്ഷേ എൻ്റെ എഴുത്ത് വായിച്ചിട്ട്, പെണ്ണപ്പം വായിച്ചിട്ട് അത് കേട്ടിട്ടൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അവർക്ക് അവരെ കാണാൻ പറ്റി, റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി അനുഭവമായിട്ട് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം അതാണ് എനിക്ക് തരുന്ന സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഞാൻ വലിയ അക്കാദമിക്കായുള്ള ലേഖനങ്ങൾ എഴുതുന്നു, ഞാൻ പൊളിറ്റിക്സ് സംസാരിക്കുന്നു, അതൊന്നും ആളുകളെ സ്വാധീനിക്കുന്നില്ല. പക്ഷേ അവർ ജീവിച്ച ജീവിതം ഞാൻ പറയുന്ന സമയത്ത്, അത് എൻ്റെ കൂടി അനുഭവമാവുന്ന സമയത്ത് ആളുകൾ അതിനോട് അനുതാപപ്പെടുന്നു, അവർക്കത് മനസ്സിലാവുന്നു. കാരണം ഭാഷയിൽ ഇത്ര കാലം ഇല്ലാത്തൊരു അനുഭവമാണ്. കാരണം ഭാഷയിൽ എപ്പോഴും കേട്ടിരുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നോർമേറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതമൊക്കെ ഭാഷയിൽ അടയാളപ്പെടുത്തുന്ന സമയത്ത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവർ ജീവിച്ച ജീവിതം ഇത് തന്നെ ആയിരുന്നല്ലോ എന്നുള്ളൊരു കണ്ണാടി നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്.